ഹായ് സുഹൃത്തുക്കളെ, ഫിറോസ് മുളക്കപ്പറമ്പിൽ ലുക്മാൻ എസ്റ്റേറ്റ് ഫ്രം ബാംഗ്ലൂർ. ഇന്നൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാനുണ്ടായ കാരണം, നമ്മുടെ അന്യനാടുകളിൽ താമസിക്കുന്ന NRIകളായ ആളുകൾ ഒരുപാട് കാലം അവിടെ താമസിച്ചു, ഇനിയെങ്കിലും നാട്ടിൽ സെറ്റിലാവാം എന്നുള്ള ഉദ്ദേശം ഒരുപാട് പേര് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് നാടുകളിലൊക്കെ. അതിന് ഓമനപ്പേരിട്ടുകൊണ്ട് LLP എന്നുള്ള ഓമനപ്പേരിട്ടുകൊണ്ട് ഒരുപാട് പേര് നടത്തുന്നുണ്ട്. അപ്പം ഞാനിത് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കുന്ന എൻ്റെ പരിപാടിയല്ല. എൻ്റെ പരിപാടി റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയാണ്. പിന്നെ അല്ലറ ചില്ലറ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലൈസനിങ് വർക്ക്, ഗവൺമെൻറ് പരമായിട്ടുള്ള വർക്കുകൾ, നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാവിധ ഉപദേശങ്ങളും തരിക. അതിന് വേണ്ട നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഒരാളായിട്ട് ഞാനിവിടെ നിന്ന് പണിയെടുക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പരിപാടി ഇവിടെ. ഈ ആവശ്യാർത്ഥം ആർക്ക് എന്നെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ബാംഗ്ലൂർ ഒരുപാട് പേര് പ്രോപ്പർട്ടി എടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട്. അറിയാണ്ട് കുടുങ്ങുന്ന ഇവിടെ എല്ലാവർക്കും നല്ല നാടാണിത്. ഈ നാട് കർണാടക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീയമായ ഒരു നാടാണ്. നല്ല മനുഷ്യന്മാരെ ഇവിടുത്തെ ആളുകൾ. ഇവിടുത്തെ നിയമത്തെ നമ്മൾ പാലിക്കണം. ഇവിടെ ലാൻഡുകൾ എടുക്കുമ്പം എല്ലാ ലാൻഡും എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. അതിൻ്റേതായ നൂലാമാലകളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഇവിടെ പറഞ്ഞുതരാൻ പറ്റില്ല. ഞാൻ യൂട്യൂബറല്ല. യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കില്ല എൻ്റെ പണിയുമല്ല. അങ്ങനെ ബാംഗ്ലൂർ ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ തരാം. ഇവിടെ ഭൂമി മേടിക്കുമ്പോൾ എങ്ങനത്തെ ഭൂമിയാണ് മേടിക്കേണ്ടത്, എങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റും, അതിന് മുമ്പും ആദ്യമോ അവസാനം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പല ആളുകൾ കച്ചവടം ചെയ്യാറുണ്ട് ഇവിടെ. പലതും അറിയാതെയും പിന്നെ ചില സ്ഥലത്ത് റോഡ് പോകുന്നുണ്ടായിരിക്കാം, അറിയില്ല. ഒന്ന് സ്ഥലം കാണിച്ചു കൊടുക്കും, കച്ചവടം ചെയ്യും, അവരും ഉണ്ടൂല. പിന്നെ പോകുമ്പോഴായിരിക്കും അറിയുക അതിൻ്റെ അകത്ത് കൂടെ റിംഗ് റോഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ബൈൻഡിങ് ആയിട്ടുള്ള ലാൻഡുകളുണ്ട് ഇവിടെ. അതെല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ലാൻഡ് എടുത്ത് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ LLP എന്നും പറഞ്ഞിട്ട് മാസത്തിൽ എന്തെങ്കിലും കാശ് കിട്ടുമോ എന്ന് ചോദിച്ച് വരുന്ന ആളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ ചതിയിൽ പോയി പെടരുത്. എല്ലാവരും കച്ചവടം ചെയ്യുമ്പോൾ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടല്ല പല ആളുകളും ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ്, മാളുകൾ, സ്വർണ്ണ കച്ചവടം, വളരെ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മാത്രമാണ് അങ്ങനെ സക്സസ് ആയ ആളുകളുള്ളത്. നമ്മളെ കൺമുമ്പിൽ തന്നെ എത്രയോ പേര് 3%, 4% ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുക, ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരാണ് ബാങ്കുകാർ. ഞാനൊരു മുസ്ലിം നാമധാരിയാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മറക്കുന്നില്ല. ബാങ്കിൻ്റെ കച്ചവടം പലിശയാണ് നമുക്കറിയാം, അല്ലേ? ഓക്കെ, അവർ കച്ചവടം ചെയ്യുന്ന എത്രക്കാണ്? അവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് മേടിക്കുന്നത് 8%, 7%. അവരെത്രയൊക്കെ കൊടുക്കുന്നത്? 12%, 13%. അപ്പോൾ ഈ 4-5% ബാങ്കുകാർ കച്ചവടം ചെയ്യുന്നത്. ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് ഓരോ മാസവും 1 ലക്ഷം രൂപ തന്നാൽ, 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ 30,000 തരാം, 40,000 തരാം എന്ന് പറഞ്ഞാൽ അത് കൊല്ലത്തേക്ക് 30,000 എന്ന് 36%. ഒരു കച്ചവടത്തിലും കൊടുക്കാൻ പറ്റില്ല. ഈ ബാങ്കുകാർ ചെയ്യുന്ന ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ 12% എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾ കൊണ്ടുപോയിട്ട് 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7% കിട്ടുന്നത് കൊല്ലത്തിലാണ്. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ലോണുകൾ, അപ്പോൾ ഹൗസിംഗ് ലോണായിരിക്കാം, വെഹിക്കിൾ ലോൺ, എന്ത് ലോണാവട്ടെ, ബാങ്കുകാർ കൊടുക്കുന്ന ലോണുകളോ അവർ 12-13%. ആ സ്ഥാനത്താണ് കച്ചവടം അറിയാണ്ട് 36%, 40% കൊടുക്കുന്നത്. അത് മുങ്ങിപ്പോകുന്ന കപ്പലാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ 10 ലക്ഷം റുപ്യേൻ്റെ ഷെയർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ. LLP എന്നും പറഞ്ഞിട്ട് അതിലും പോയി നിങ്ങൾ പെടരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തന്നിട്ട് ഇത്ര ഷെയർ ഇത്ര മാസം വാടക തരാം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേരുകളുടെ കംപ്ലയിൻറ്റ് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആളുകൾ ഇങ്ങനെ കാശ് കൊടുത്ത് വാടകയില്ല, ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബറല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉപദേശം വേണമെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉപദേശം ഞാൻ തരും. ബാംഗ്ലൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. വാടക ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ലാൻഡിൽ ഈ മാസം പൈസ കൊടുക്കുന്ന പരിപാടി എൻ്റെ അടുത്തില്ല. ഗ്രൂപ്പായിട്ട് പ്രോപ്പർട്ടി അതിൽ രജിസ്റ്റേർഡ് ഓണറായിട്ട്
എൻ്റെ കൂടെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ആരുടെ കൂടെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് മാസം ഇതും എന്തെങ്കിലും വരുമാനം കിട്ടി അതും നിങ്ങൾക്ക് നിങ്ങളെ ചെലവ് നടത്തണം എന്ന് പറയുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഓപ്ഷൻ ഇല്ല. ലാൻഡ് മേടിച്ച് 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ ഇങ്ങനെ നല്ല ലാൻഡുകൾ മേടിച്ചു. അത് പിന്നീട് അതിനെ കൺവേർഷൻ ചെയ്തു, ലീഗലൊക്കെ ചെയ്ത് കോമ്പൗണ്ടൊക്കെ സെക്യൂരിറ്റിയൊക്കെ വെച്ച് പിന്നെ ആർക്കെങ്കിലും ഡെവലപ്പേഴ്സിന് വിൽക്കുന്ന പരിപാടി, അത് നല്ല ലാഭമുള്ള പരിപാടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, നല്ല വാടക കിട്ടുന്ന ബിൽഡിങ്ങൾ. ബാംഗ്ലൂർ വാടക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8% സ്വന്തമായിട്ട് നമ്മളെടുത്ത് വാടകക്കാരാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 9%, 10% വരെ കിട്ടും. നല്ല വാടകക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥലമെടുത്ത് നമ്മൾ കെട്ടി നമ്മൾ കാത്തിരുന്ന് നമ്മൾ വാടകക്കാരാക്കുകയാണെങ്കിൽ. വേറൊരാൾ വാടകക്കാരാക്കിയ ബിൽഡിംഗ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ ഒരു 7% ഒക്കെ കിട്ടുള്ളൂ. പിന്നെ മൾട്ടി സ്റ്റോറി ഉള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, താഴത്ത് കുറേ ഷോപ്പ്, മേലെ കുറേ, അങ്ങനെ ഒരുപാട് വാടകക്കാരായിട്ട് അതിൽ കിട്ടും. ചിലപ്പം അതിൽ കുറേ കാലിയാവും, പോവും വന്നും പോയിക്കൊണ്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഈ വിഷയമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു എനിക്ക്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടത്.